എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഫുഡ് ഡെലിവറി ബോയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് അലീന അകത്തേക്ക് വരുവാണ്. കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് വൈജയന്തിയുടെ റൂമിൽ വന്ന് തട്ടുവാണ്. മേഡം എന്ന് വിളിക്കുമ്പോഴത്തേക്കും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. വൈജയന്തി വന്ന് ഡോർ തുറക്കും. എന്നിട്ട് അലീനയുടെ മുഖം കാണുന്ന ദേഷ്യമാണ്. നീ എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് ഇടിച്ച് കയറി വരുന്നത്? ഇതിൻ്റെ ആവശ്യം എന്താ? എന്ത് ശല്യമാണ് എന്നൊക്കെ പറയുമ്പം ഇത് തരാൻ വേണ്ടി ഞാൻ വന്നതാ എന്ന് പറയും. അന്നേരം അതങ്ങ് ആ ഡൈനിങ് ടേബിളിൽ വെച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയും, ഞാനതവിടെ വെച്ചാൽ മേഡം കണ്ടില്ലെങ്കിലോ അറിഞ്ഞില്ലെങ്കിലോ ഇത് തണുത്തു പോയില്ലേ, ഫുഡല്ലേ കഴിക്കണ്ടേ എന്ന് ചോദിക്കുക. അന്നേരം ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, കഴിക്കോ കിടക്കോ എന്തെങ്കിലും ചെയ്തോളാം, അതൊന്നും അന്വേഷിക്കാനായിട്ട് നീ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. എന്തെങ്കിലും അലീനയ്ക്കൊരു വിഷമം. അലീന അതെ പറഞ്ഞാൽ ശരിയാവുമോ എന്നറിയില്ല, എങ്കിലും ഞാൻ പറയാം, ഇവിടെ ഫുഡ് ഉണ്ടാക്കുമ്പം പുറത്തുനിന്ന് ഫുഡ് മേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നത്തേക്കും നീയേ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, അല്ലാതെ നീ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ച് തിന്ന് മതിച്ച് ഇവിടെ കിടക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നു. അന്നേരത്തേക്കും ഒന്നും മിണ്ടാതെ അലീന ആ ഫുഡുമായിട്ട് പോകാൻ തുടങ്ങുക. അപ്പം നീ എങ്ങോട്ട് പോകുകയെന്ന് ചോദിക്കുമ്പം അല്ല ഇത് ആ ഡൈനിങ് ടേബിളിൽ വെച്ചാൽ പോരെ എന്ന് ചോദിക്കും. അതിങ്ങോട്ട് താട്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് മേടിക്കുന്നു. അത് കഴിഞ്ഞ് അലീന അവിടെ നിന്ന് പോരുവാണ്. കലിപ്പ് തീരുന്നില്ല വൈജയന്തിക്ക്, ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അലീന ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുവാണേ. അതിൽ ഈ ഫുഡ് കൊണ്ടുവന്ന കവറുണ്ടല്ലോ, അത് പൊട്ടിച്ച് നോക്കിയിട്ടാണല്ലോ അകത്തോട്ട് കൊണ്ട് കൊടുത്തത്. എൻ്റെ കവർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് കൈ പിടിച്ചിട്ട് ബാക്കി തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. കടയിൽ പോകാനായിട്ട് റെഡിയായിട്ടാണ് ബാലേന്ദ്രൻ ഇറങ്ങി വരുന്നത്. അന്നേരം അച്ഛൻ കടയിലേക്കാണോ എന്ന് ചോദിക്കും. അന്നേരം അതെ, മോൾക്ക് എന്തെങ്കിലും മേടിക്കണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം എന്ത് ചെയ്യുക, അവർ ബബിതയും കൃഷ്ണയും രോഹിതൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ റൂമിലുണ്ട്, ബബിത കോളേജിൽ പോയി, കുറേ നോട്ടൊക്കെ അവൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ അവൾ പോയി, രോഹിത്ത് റൂമിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും എന്ന് പറയുവാണ്. അന്നേരമാണ് അലീനയുടെ കയ്യിലിരിക്കുന്ന ഈ ഫുഡിൻ്റെ കവറ് ബാലേന്ദ്രൻ ശ്രദ്ധിക്കുന്നത്. അന്നേരം ആഹാ, ഇന്ന് പുറത്തുനിന്നായിരുന്നോ ഫുഡ്, സ്വന്തം ഫുഡൊക്കെ മടുത്തു തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതൊന്നുമല്ല, ഇത് മേഡത്തിന് വേണ്ടി വരുത്തിച്ചതാണെന്ന് പറയും. അന്നേരം അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പം അതറിയില്ല, ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് വരുത്തിച്ചതെന്ന് പറയും. അന്നേരം ഇവിടെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് വരുത്തിച്ച് കഴിക്കേണ്ട കാര്യമില്ലല്ലോ, അതെന്ത് നിറകേടാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അച്ഛ വെറുതെ വിട്ടേക്കുക, അതിൻ്റെ അകത്ത് വഴക്കുണ്ടാക്കണ്ട എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പിന്നെയും പറയുവാണ്, അവൾ മാത്രം അങ്ങനെ ഫുഡ് മേടിച്ച് കഴിക്കുമ്പോൾ അവളുടെ മക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവൾ അറിയണ്ടേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയും, അവരെല്ലാവരും ഫുഡ് കഴിഞ്ഞ് കാണും എന്ന് വിചാരിച്ചായിരിക്കും മാഡത്തിന് മാത്രമായിട്ട് ഫുഡ് ഓർഡർ ചെയ്തത്, അതൊരു പ്രശ്നമാക്കല്ലേ എന്ന് പറയുമ്പം നീയല്ലേ പറഞ്ഞത് ഞാൻ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്താണ് അവൾ ഇങ്ങനെ ആയതെന്നാണ്, അതുകൊണ്ട് ഇത് ഞാൻ വിട്ടുകൊടുക്കണോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയും, അതെ അന്നത്തെ സാഹചര്യം ഇങ്ങനെയല്ലായിരുന്നു, അന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് സ്നേഹിച്ച് കഴിയുന്ന സമയമാണ്, ഇപ്പോൾ ഇങ്ങനെയാണോ? രണ്ടുപേരും നേരെ നോക്കില്ല, കാണുന്നത് ചതുർത്ഥിയാണ്. അതുപോലെ തന്നെ അച്ഛൻ ഇനി മേഡത്തിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കില്ല എന്നും പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ, അതൊരു നിസ്സാര കാര്യമല്ലേ, അതങ്ങ് വെറുതെ വിട്ടേരെ എന്ന് പറയുമ്പോഴും ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യമാണ്. ഇതങ്ങനെ വിടേണ്ട കാര്യമൊന്നും അല്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് അച്ഛൻ പൊയ്ക്കേ, ഇനി ഇവിടെ ഇതൊരു പ്രശ്നമാക്കല്ലേ എന്ന് പറയും. എന്തെങ്കിലും കുറച്ച് നേരം നോക്കി നിൽക്കുക. ഒരാലീന എന്തേ പോകുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ബാലേന്ദ്രൻ ഒട്ടും ഇഷ്ടമായില്ല വൈജയന്തി ഫുഡ് പുറത്തുനിന്ന് വരുത്തിച്ച് കഴിക്കുന്നത്. പിന്നെ അലീന അങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് എതിർക്കുന്നത് എന്നോർത്ത് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, നമുക്ക് ഇതും എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാം, ഞാനല്ലേ പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് വിടുന്നത്. പിന്നീട് ശിവനെ കാണിക്കുന്നുണ്ട്. ശിവൻ ഇന്ന് ഹരിയെ കാണാനായിട്ട് ജയിലിൽ പോകുന്ന ദിവസമാണ്. രാവിലെ തൊട്ട് കമല തുടങ്ങി, ഇന്നല്ലേ ഹരിയെ കാണാൻ പോകുന്നത്, അവനെ പോയി കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, അവനെ ആ ഡ്രസ്സിൽ കാണാൻ എനിക്ക് പറ്റില്ല, ജയിലിലെ ഡ്രസ്സിൽ കാണാൻ എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, ആ ഒരു പ്രശ്നമുള്ളെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഡ്രസ്സൊക്കെ നമുക്ക് ശരിയാക്കാം, അവന് നമ്പർ കിട്ടാറായിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഡ്രസ്സൊക്കെ നല്ലതായിരിക്കും, വേണേൽ പോരെ എന്നിങ്ങനെ പറയും. അന്നേരം എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുവാണ് കമല. അന്നേരം ശിവൻ പറയും, നേരാവണ്ണം നിൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരാറുണ്ട്, അപ്പം നിനക്ക് മനസ്സിലാകാറില്ല, അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം എന്നെ കളിയാക്കാൻ എടുക്കുന്ന ഈ ബുദ്ധി നിങ്ങൾ അവൻ്റെ കാര്യത്തെ പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ ഒരുപാട് ഇങ്ങോട്ട് ഉപദേശിക്കാൻ വരണ്ട, മനു എന്ത് എന്ന് ചോദിക്കും. അന്നേരം അവൻ റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ അവനെ ഒന്ന് വിളിച്ചേ എന്ന് പറയുവാണ്. മനുവിനെ വിളിക്കും. അന്നേരം കമല, എടാ അച്ഛന് നിന്നോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞു ഇറങ്ങി വരാൻ പറയുന്നു. മനു ഇറങ്ങി വന്നിട്ട് എന്താ അച്ഛാ എന്ന് ചോദിക്കും. എന്നിട്ട് അച്ഛൻ ഇന്ന് അവനെ കാണാൻ ഹരിയെ കാണാൻ ജയിലിൽ പോകുന്നില്ലേ എന്നോട് ചോദിക്കുക. അന്നേരം ശിവൻ പറയും, ഞാൻ തന്നെയല്ല പോകുന്നത്, നീയും കൂടി എൻ്റെ കൂടെ വരാം, വക്കീൽ പറഞ്ഞത് അവൻ പോക്സോ കേസ് ചെയ്തിട്ടില്ല എന്ന് വക്കീലിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് 18 വയസ്സിന് മുമ്പൊന്നും
ശരണ്യെ അവൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് വക്കീലിനോട് പറഞ്ഞു. അത് സത്യമാണോ എന്ന് അവൻ്റെ നാവിൽ നിന്ന് തന്നെ നമുക്കറിയണം. ഞാൻ ചിലപ്പം ചോദിച്ചാൽ അവൻ സത്യം പറയില്ല. നിന്നെ ചെറിയ പേടിയുള്ളതുകൊണ്ട് അവൻ സത്യം പറഞ്ഞാലോ, അതുകൊണ്ട് നീ കൂടി വന്നോ പറയുമ്പം ഞാൻ വന്നിട്ട് എന്ത് കാണിക്കാനാച്ചാ എന്ന് ചോദിക്കും. അന്നേരം നീയും കൂടി വാടാ, ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട്, നമ്മൾ നേരിട്ട് പോയി ചോദിച്ചാലും അവൻ സത്യം പറയാനൊന്നും പോകുന്നില്ല, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ നുണയേ പറയുള്ളൂ എന്ന് പറയുമ്പം കമല ദേഷ്യപ്പെട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അതെ നീ ഇവിടെ നിന്ന് ക്രോസ് വിസ്താരം നടത്താതെ ഒന്ന് അച്ഛൻ്റെ കൂടെ ഒന്ന് പോ, എന്നിട്ട് അവനോടൊന്ന് സംസാരിക്കുക എന്ന് പറയുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ തന്നെ റെഡിയായി വരാമെന്ന് പറഞ്ഞ് മനു പോകുന്നു. ശിവനും റെഡിയാകാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് അവർ ജയിലിൽ ചെല്ലുന്ന ആട്ടോ കാണിക്കുന്നത്. ഒരു സ്പെഷ്യൽ പെർമിഷനൊക്കെ മേടിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. ഒരു കോൺസ്റ്റബിൾ പോയി ഹരിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഹരി വന്നു കഴിയുമ്പം ഇവർ അവനോട് സംസാരിക്കുന്നു. അതായത് ശിവൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അവൻ പറയുക, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൻ ആകെ ഒരു പ്രശ്നമുള്ളത് ബാക്കി 2 പേർക്ക് അടുത്ത ദിവസം തന്നെ ജാമ്യം കിട്ടും. ഇവൻ്റെ കേസിൽ പോക്സോ കൂടി ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവന് ജാമ്യം കിട്ടിയില്ല. അതാണ് അവൻ്റെ ഏറ്റവും വലിയ സങ്കടം. അന്നേരം അവരോട് പറയുന്നുണ്ട്, ഞാൻ പോക്സോ കേസൊന്നും ചെയ്തിട്ടില്ല, അവർ വെറുതെ ഇതിൻ്റെ അകത്ത് അത് ആഡ് ചെയ്തതാണ്. ശരണ്യയുടെ വീട്ടുകാരും അതുപോലെ പോലീസുകാരും ഒക്കെ കൂടി അവളെ നിർബന്ധിച്ച് പറയിപ്പിച്ചതോ അല്ലെങ്കിൽ അവർ ആസൂത്രണം ചെയ്ത് പറഞ്ഞതോ എന്തെങ്കിലും ആയിരിക്കും, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുവാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അവൾക്ക് 18 വയസ്സായി, അപ്പം ഇതിനു മുമ്പ് നീ അവളെ പീഡിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സത്യമാണോ എന്ന് ചോദിക്കുന്നു. അന്നേരം ഹരി പറയുന്നുണ്ട് സത്യമാണെന്ന്. അന്നേരവും മനുവിന് വിശ്വാസമാകുന്നില്ലേ. അന്നേരം ഹരി പറയുവാണ്, ഞാൻ അവളെയും കൊണ്ട് ഇതിനു മുമ്പ് റിസോർട്ടിലും അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുക. അന്നേരം മനു ചോദിക്കും, പിന്നെ നീ എന്തുദ്ദേശത്തിലാണ് അവളെയും കൊണ്ട് ഹോം സ്റ്റേയിലും അവളുടെയൊക്കെ പോയത്, എന്തുദ്ദേശത്തിലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം ഹരി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നല്ല ഉദ്ദേശമൊന്നും അല്ലായിരുന്നു, പക്ഷെ അവളൊന്നിനും സമ്മതിച്ചില്ല എന്ന്. അന്നേരം മനു, അവൾ സമ്മതിക്കാത്തതുകൊണ്ട് അവൾ എതിർത്തതുകൊണ്ട് നടന്നില്ല, അതല്ലേ നീ പറഞ്ഞത്, ഇതൊക്കെ സത്യമാണോടാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹരി പിന്നെയും പറയുന്നുണ്ട്, എൻ്റെ പൊന്നച്ഛൻ ഞാനൊന്നും ചെയ്തിട്ടില്ല, അതുപോലെ മനുവേട്ടൻ ഞാൻ ചെയ്തിട്ടില്ല, എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ രക്ഷിക്കണം, ഞാൻ ഇതിനു മുമ്പ് അവളോട് ഒന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ആണയിടുന്നുണ്ട്. അന്നേരം മനുവിന് അത്ര വിശ്വാസമില്ല. അന്നേരം ശിവൻ പറയുന്നുണ്ട്, നീ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ ശ്രമിക്കാം, നീ വിഷമിക്കാതെ എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു എന്ന് കോൺസ്റ്റബിൾ പറയും. അവൻ തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴും പറയുന്നുണ്ട്, അച്ഛാ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, ഇത് ഇവിടെ നിന്നൊന്ന് ഇറങ്ങാൻ സഹായിക്കണം എന്നൊക്കെ പറയുമ്പോൾ നോക്കട്ടെ എന്ന് പറയുന്നു. അവനാകെ വിഷമമാണ്. തിരിഞ്ഞ് അങ്ങോട്ട് പോയിട്ടും തിരിഞ്ഞ് ഇവർ നോക്കുന്നുണ്ട്. അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഇവർ ഇറങ്ങിപ്പോരും. അത് കഴിഞ്ഞ് കാറിൻ്റെ അടുത്ത് വന്ന് ആകെ വിഷമിച്ച് നിൽക്കുവാണ് ശിവൻ. അന്നേരം മനു വാ അച്ഛാ പോകാം എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറിയിരുന്ന് കഴിയുമ്പോഴത്തേക്കും, എടാ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമല്ലോ, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, പോക്സോ അവൻ ചെയ്തിട്ടില്ലല്ലോ, ആ സ്ഥിതിക്ക് അവനെ ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ, പോലീസും അതുപോലെ ബാക്കി അവളുടെ വീട്ടുകാരും എല്ലാവരും കൂടി അവനെ പെടുത്തിയതാണെങ്കിൽ അവനെ ഒന്ന് രക്ഷിക്കണ്ടേ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അങ്ങനെ അവനെ പെടുത്തിയതാണ് എന്ന് പറയാൻ പറ്റുമോ അച്ഛാ, അവൻ്റെ നാക്കാണ്, അവൻ രക്ഷപ്പെടാൻ വേണ്ടി എന്തും പറയും, അവൻ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ പ്രതിയാക്കിയിട്ട് രക്ഷപ്പെടുന്ന സൈസ് സാധനമാണ്, അതുകൊണ്ട് അവൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണമെന്ന് പറയും. അന്നേരം ശിവന് ഭയങ്കര വിഷമമാണ്. എടാ അവൻ അങ്ങനെ അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സമാധാനം കിട്ടുന്നത്, അതുപോലെ വീട്ടിൽ നിൻ്റെ അമ്മ എനിക്ക് സ്വൈര്യം തരികയില്ല, അവളെ എന്തെങ്കിലും പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരവും മനു പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ശിവൻ പറയുവാണ്, നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോകാം, എന്നിട്ട് അവിടെ ചെന്നിട്ട് അവളോടോ അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരോടോ ഇതിനെപ്പറ്റി സംസാരിക്കാം, കാല് പിടിച്ചാണെങ്കിലും ആ പോക്സോ എങ്കിലും അതിൽ നിന്നൊന്നോ ഒഴിവാക്കി തരാമോ എന്ന് ചോദിക്കാം എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് അങ്ങോട്ട് ചെല്ലാനൊന്നും പറ്റത്തില്ല, പെട്ടെന്ന് പ്രതികരിക്കുന്ന മനുഷ്യർ അവിടെ ഉള്ളത്, ഇതിനു മുമ്പ് അലീന പോയപ്പോൾ ആ കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുക. അന്നേരം നമ്മൾ കേസിൽ നിന്ന് ഒഴിവാക്കാനല്ലല്ലോ പറയുന്നത്, പോക്സോ മാത്രം ഒന്ന് ഒഴിവാക്കാനല്ലേ, അതുകൊണ്ട് വലിയ പ്രശ്നം കാണുകയില്ലായിരിക്കും, നീ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴും വലിയ പ്രശ്നം ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അതിന് ഞാൻ പോയത് അലീനയുടെ കൂടെയാണ്, ഞാൻ ആരാണ് എന്ന് പോലും അവർക്കറിയത്തില്ല, അതുകൊണ്ടാണ് അവർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നത്, അതുകൊണ്ട് അവിടെ പോയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല അച്ഛ എന്ന് പറയുവാണ്. അന്നേരം ശിവൻ ചോദിക്കും, എങ്കിൽ അവരെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാലോ എന്ന്. അന്നേരവും മനു പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, ആദ്യം ആ പെൺകുട്ടിയുടെ വായിൽ നിന്ന് അറിയണം അവൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടോ
ഇല്ലയോ, അതോ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണോ എന്ന്. അവനായതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല. രക്ഷപ്പെടാൻ വേണ്ടി അവൻ എന്ത് നെറികേടും കാണിക്കും. അതുകൊണ്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചറിയാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുവാണ്. എന്നിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. ആകെ വിഷമമാണ് ശിവന് മനുവിൻ്റെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ആകെ തോറ്റു പോയല്ലേടാ എന്നിങ്ങനെ പറയുവാണ്. ചോദിക്കുക. അന്നേരം മനു പറയും, പോട്ടെ അച്ഛാ, വിഷമിക്കണ്ട, ഞാൻ ഇതിൽ ഇടപെടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാം, അച്ഛൻ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു. അന്നേരവും ആകെ വിഷമം ശിവൻ പറയുവാണ്, നിൻ്റെ അമ്മയോട് എന്ത് പറഞ്ഞ് നിൽക്കും, അവളെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കും എന്നിങ്ങനെ ചോദിക്കുമ്പം അച്ഛൻ ഇതുവരെ അതൊന്നും മനസ്സിലായില്ലേ, അമ്മയെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അല്ലെങ്കിൽ ഇന്നത് തെറ്റാണ് എന്ന് അമ്മയെക്കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ ദൈവം തമ്പുരാൻ പോലും നടക്കുകയില്ല. അതെനിക്ക് മനസ്സിലായി, അച്ഛൻ ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ശിവനൊന്നും മിണ്ടുന്നില്ല. ഏതായാലും അച്ഛൻ ഓക്കെ അല്ലേ, അച്ഛൻ വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് മനു പറയുന്നു. ഏതായാലും അതൊക്കെ കേട്ടിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന ശിവനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു.